ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അനിയനും കൂടെ ഒരു ട്രിപ്പ് പോവാണ്, അതിരപ്പള്ളിക്കാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ടൈമിലൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെയാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലാന്ന്. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പാലമൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്ര ഒരു 8:30 ഒക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ ഒട്ടും മഴയൊന്നുമില്ല കേട്ടോ. ക്ലൈമറ്റ് ഭയങ്കര ക്ലിയർ ആണ്. അപ്പം ഞാനൊരു സംഭവം കാണിച്ചാൽ കേട്ടോ. ഇവൻ ഭയങ്കര പാട്ട് പാടുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയാണ്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ കാണുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ തീർക്കും. അപ്പോൾ ഗൈസ്, കുറേ നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അതിരപ്പള്ളീൻ്റെ അങ്ങോട്ട് കിടന്നപ്പോഴത്തേനും ഒടുക്കത്തെ മഴയാണ് കേട്ടോ. പുറത്ത് ഫുൾ മഴയാണ്. മഴ പെയ്തു, നല്ല മഴയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി. ഇവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്തു. പുറത്തേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അവൻ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. കുരങ്ങന്മാരൊക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിലേക്കുള്ള ഈ സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കയറിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റൂ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. ഇത്രയും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര വൈബായിരുന്നു. എനിക്ക് ആദ്യം തന്നെ വന്നപ്പോൾ നമ്മുടെ ബാഹുബലിയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തത് ഒടുക്കത്തെ മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ എനിക്ക് തോന്നി റെയിൻകോട്ട് വാങ്ങിയാൽ മതിയായിരുന്നു, ആ ചേച്ചിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ കൊണ്ട് കഴിഞ്ഞപ്പോൾ അറ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കര അടിപൊളി ഫീലിംഗ് ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടവും മഴയും എല്ലാം കൂടെ അങ്ങ് കൊണ്ട് ചത്തു എന്നാണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ കയറുന്ന സമയത്ത് കാവടി തുള്ളിയൊക്കെയാണ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളച്ചാട്ടം കാണണമല്ലോ, അതിൻ്റെ ഒരു ത്വര ഉണ്ടാവുമല്ലോ. അതേപോലെ ഇറങ്ങി വരുമ്പോൾ തീരെ ആ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം മഴ കൊണ്ടങ്ങോട്ട് ആകെ ഡെഡായിട്ട് പിന്നെ ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കാൻ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ ഫുള്ള് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ അങ്ങനെ പൊന്നീച്ച പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ ഈ വെള്ളത്തിലൊക്കെ കളിച്ച് വന്നപ്പോഴത്തേനും. നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, എവിടെയെങ്കിലും നിർത്തണ്ടേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എവിടെ കയറി ഇരിക്കുക. പിന്നെ ചിക്കിങ് പോയി കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസ് അവിടുത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും വാങ്ങിയിട്ട് നേരെ കയറി ഒരു ഉറക്കം. അപ്പോൾ ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞ് റെഡി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാറിൽ നിന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഖമായി ഉറങ്ങിപ്പോയി. കാരണം അത്രയും ഭയങ്കര ഡെഡായിരുന്നു. ഫുൾ മഴ കൊണ്ടിട്ടും പിന്നെ ആ വെള്ളച്ചാട്ടമൊക്കെ കൊണ്ട് ഭയങ്കര. പക്ഷെ ഞാൻ പറയാലോ, ഈ ടൈമിൽ നിങ്ങൾ ഒരു മഴ വൈബ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആസ്വദിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് അതിരപ്പള്ളി ചൂസ് ചെയ്യാൻ ഞാൻ ഡെഫിനറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഭയങ്കര വൈബാണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാനൊരു ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കാറിൽ ഞാൻ ഫുൾ ഉറക്കും, പിന്നെ നമുക്ക് വയ്യാണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വീഡിയോ, ഫൈനൽ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു ഇതൊക്കെ പാടെ കൺക്ലൂഡ് ചെയ്യാം. അത്രേ ഉള്ളൂ.